ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലിൽ വീണ്ടും നമ്മൾ പഴയൊരു സ്റ്റൈൽ അനാർക്കലി മോഡലൊക്കെ വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ഇതുപോലെ നല്ല നല്ല സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് കുർത്തി തയ്ക്കേണ്ടതെന്നും സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണട്ടോ. അപ്പോൾ നമ്മളിത് 15 ഇഞ്ചിലാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് ബാക്ക് പാർട്ടാണ് കേട്ടോ. അത് നമ്മുടെ നെക്കിൻ്റെ 3 ഇഞ്ച് 3.5 ഇഞ്ചിലാണ് നമ്മൾ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3.5 ഇഞ്ച് നമ്മൾ അതിൻ്റെ വീതി കൊടുത്തു, ലെങ്ത്ത് നമ്മൾ 3 ഇഞ്ച് കൊടുത്തു കേട്ടോ. ഷോൾഡർ 7 കൊടുത്തിട്ടുള്ളത്, ആം ഹോൾ നമ്മൾ 7 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈക്കുഴി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 15 ഇഞ്ചാണ് നമ്മൾ ബോഡി പാർട്ട്. നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് 9 അല്ലെങ്കിൽ 10 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. 10 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നമുക്ക് വരുന്നത് 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒരു നമ്മൾ ക്ലോത്ത് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ഷേപ്പ് ജസ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് ബോഡി പാർട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ടിൽ കട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് താഴത്തേക്ക് വരുന്നൊരു അംബ്രല്ല സ്റ്റൈലിൽ വരുന്നൊരു സ്റ്റൈലിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ ഇതേപോലെ 4 ഫോൾഡ് ചെയ്തതിന് ശേഷം ആ രണ്ടാമത്തെ നമ്മൾ ഇതേപോലെ കോണായിട്ട് വേണം വെക്കാൻ. എന്നിട്ട് വേണം ബാക്കി എത്രയാണോ നമുക്ക് നമ്മുടെ ലെങ്ത്ത് വേണ്ടത് ബോഡി പാർട്ടിന് ശേഷം ബോഡി പാർട്ട് നമ്മൾ 15 എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം ബാക്കി എത്രയാണോ വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മുടെ അരവണ്ണം നമുക്ക് എത്രയാണ്, അരവണ്ണം അല്ല നമ്മൾ ആ ഷേപ്പിന് അവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 9 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ആ ഒരു കറക്റ്റായിട്ടൊരു അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു നീളത്തിൽ നമ്മൾ ടാപ്പ് വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഇഞ്ചിലാണോ നമുക്ക് 9 കിട്ടിയിട്ടുള്ളത്, ആ ഒരു 11 ഇഞ്ചിലാണെങ്കിൽ ആ 11 ഇഞ്ച് നമ്മൾ ടാപ്പ് ഇങ്ങനെ വെച്ച് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മളൊരു 45 എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം 15 നമ്മൾ എടുത്തിട്ടുണ്ട്. 15 ശേഷം നമുക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 35 എനിക്ക് വേണ്ടിയിട്ടുള്ള ലെങ്ത്ത്. അപ്പോൾ 35 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 35 മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ടാപ്പ് വെച്ച് വേണം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പീസ് കുറവുണ്ടാവും കേട്ടോ. ആ പീസ് അതേ അളവിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് തന്നെ കട്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ മടക്കി അടിക്കാനൊക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കുർത്തി, അല്ലെങ്കിൽ കുർത്തി എന്ന് പറയുമ്പോൾ ഒരു അനാർക്കലി എന്നൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നമ്മൾ 3 ഇഞ്ച് ലെങ്ത്ത് 3.5 ഇഞ്ച് വിഡ്ത്തിലൊക്കെ നമ്മൾ കൊടുത്തല്ലോ. അപ്പം 2 പാർട്ടായിട്ട് ഇത് പിന്നെ നമ്മൾ പീസ് ബാക്കി വന്നിട്ടില്ലേ അതിൽ ഇതേപോലെ നമ്മൾ താഴത്ത് വരുന്നത് എങ്ങനെയാണ് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. എന്നിട്ട് അത് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ സ്ലീവ് എത്രയാണോ വേണ്ടത് സ്ലീവ് കൂടി നമ്മൾ ജോയിൻ ചെയ്താൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് നമുക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.